എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികളാണോ? അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നൽകിയ തെറ്റുമൂലം അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായ വിദ്യാർത്ഥികൾ ആണോ? ഇനി മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് മൂലം കിട്ടിയ സീറ്റ് നഷ്ടമാകുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ യാതൊരു സീറ്റും ലഭിക്കാതെ പോയൊരു വിദ്യാർത്ഥിയാണോ? എന്ത് തെറ്റ് സംഭവിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ എവിടെയും സീറ്റ് ലഭിക്കാത്തൊരു വിദ്യാർത്ഥിയാണോ? എന്നാലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കിതാ ന്യൂ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് വന്നിരിക്കുന്നു. ജൂലൈ 5 വരെ. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ എടുക്കുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ 12,000 സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ട് എത്തിയിരിക്കുകയാണ്. 12,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുകയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് ഒന്നുകൂടെ പറയുകയാണ്, 12,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ എല്ലാ പിന്തുണയും തന്ന വിദ്യാർത്ഥികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. ഇനിയും ഒരുപാട് ഉയരങ്ങൾ നമുക്കെത്താനുണ്ട്. തീർച്ചയായും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ബിരുദ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ന്യൂ ആപ്ലിക്കേഷൻ ആൻഡ് എഡിറ്റിംഗ് ഇപ്പോൾ അവസരം വന്നിരിക്കുകയാണ്. ജൂലൈ 1 തിങ്കളാഴ്ച മുതലാണ് അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ന്യൂ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അപേക്ഷയിൽ കടന്നുകൂട്ടുള്ള എന്തെങ്കിലും തെറ്റുമൂലം അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായി പോയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. ശേഷം UG അഫിലിയേറ്റഡ് കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും വെരിഫിക്കേഷൻ കോഡും നൽകി ലോഗിൻ ചെയ്യുക. ശേഷം കറക്ഷൻസ് ആൻഡ് റീകൺസിഡറേഷൻ എന്നൊരു ലിങ്ക് അവിടെ വന്നിട്ടുണ്ട്. അതാണ് കറക്ഷൻസ് ആൻഡ് റീകൺസിഡറേഷൻ എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് അവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 200 രൂപ പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ആ തെറ്റുകൾ തിരുത്താൻ സാധിക്കും. 200 രൂപ നിങ്ങൾ പേ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അപേക്ഷയുടെ ഏത് ഭാഗത്താണോ തെറ്റുള്ളത് ആ തെറ്റുള്ള ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ടായി എടുത്തിട്ട് ജൂലൈ 5 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ugs.kannuruniversity.as.in എന്ന Gmail ID നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് ഇനിയിപ്പം അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് കടന്നുകൂടിയ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും വെരിഫിക്കേഷൻ കോഡും നൽകി ലോഗിൻ ചെയ്ത ശേഷം എന്ത് ചെയ്യുക? കറക്ഷൻസ് ആൻഡ് റീകൺസിഡറേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് 200 രൂപ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അടച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഏത് ഭാഗത്താണോ തെറ്റ് ആ ഭാഗത്തിൻ്റെ സ്ക്രീൻഷോട്ടോ പ്രിൻ്റ് ഔട്ട് ആ ഭാഗത്തിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 2024 ജൂലൈ 5 എന്ത് ചെയ്യണം? ugs.kannuruniversity.as.in എന്ന Gmail നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. എല്ലാത്തിനും തീരുമാനമായിക്കോളും. അവർ ശരിയാക്കി തരും അവിടുന്ന് പ്രശ്നം. ഇനിയിപ്പോൾ മാൻഡറ്ററി ഫീ അടയ്ക്കാത്ത പ്രശ്നം മൂലം അലോട്ട്മെൻറ്റിൽ നിന്നുള്ള പുറത്തായി പോയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം? ഇതേ മെത്തേഡ് ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും വെരിഫിക്കേഷൻ കോഡും നൽകി ലോഗിൻ ചെയ്യുക. ശേഷം കറക്ഷൻസ് ആൻഡ് റീകൺസിഡറേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 200 രൂപ പേ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എന്ത് ചെയ്യാം? നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് മൂലം നിങ്ങളുടെ സീറ്റ് നഷ്ടമായി, നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കും 200 രൂപ പേ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ugsws.kannuruniversity.as.in എന്ന Gmail വഴി നിങ്ങൾക്കും എന്ത് ചെയ്യാം? ഈ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയും അലോട്ട്മെൻറ്റിൽ കൂട്ടിച്ചേർക്കപ്പെടും.
ഇനിയിപ്പോൾ അപേക്ഷ നൽകിയിട്ടും അപേക്ഷ സമർപ്പിച്ചിട്ടും ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ ലഭിക്കാതെ പോയൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. പുതിയ കോളേജുകളും കോഴ്സുകളും കൂട്ടിച്ചേർക്കാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരില്ല? പണമൊന്നും അടയ്ക്കേണ്ടി വരില്ല. ഇനിയിപ്പോൾ കോളേജുകളും കോഴ്സുകളും ഏതെങ്കിലും കോളേജിൽ ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? കൂട്ടിച്ചേർക്കാൻ പറ്റും. ഇപ്പോൾ അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് മാത്രമാണ് പുതിയ ഓപ്ഷൻസും എല്ലാം കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത്. പുതിയ കോഴ്സുകളും കോളേജുകളും കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത്, കോളേജുകളും കോഴ്സുകളും കൂട്ടിച്ചേർക്കാൻ പറ്റുക. അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രമേ കൂട്ടിച്ചേർക്കാൻ പറ്റുകയുള്ളൂ. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ജൂലൈ 8 പ്രസിദ്ധീകരിക്കും. പുതിയ അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളും അപേക്ഷയിൽ തെറ്റു വന്നുപോയ വിദ്യാർത്ഥികളും മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് മൂലം പുറത്തായിപ്പോയ വിദ്യാർത്ഥികളും എല്ലാ വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാം? ഈ അവസരം നല്ലൊരു അവസരമാണ്. പുതിയ അപേക്ഷകർക്ക് ഫ്രഷ് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. അപേക്ഷയിൽ തെറ്റു വന്നുപോയവർക്ക് കറക്ഷൻസ് ആൻഡ് റീകൺസിലേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? 200 രൂപ പേ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് നിങ്ങൾക്കും തേർഡ് അലോട്ട്മെൻറ്റിൽ അപേക്ഷയിൽ നിന്നും പുറത്തായി പോയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കും തേർഡ് അലോട്ട്മെൻറ്റിൽ അവസരമുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.